There is 40% chance that a patient admitted to the hospital is suffering from cancer. A doctor has to decide whether a serious operation should be performed or not. If the patient is suffering from cancer and the serious operation is performed, the chance that he will recover is 70%. 70. Otherwise, it is 35%. On the other hand, if the patient is not suffering from cancer and the serious operation is performed, the chance that he will recover is 20%. Otherwise, it is 100%. Assume that recovery and death are the only possible results. Construct an appropriate decision tree. What decision should the doctor take? So, there is 40% chance that a patient admitted to the hospital is suffering from cancer. ഹോസ്പിറ്റലിൽ ഒരു പേഷ്യൻറ്റിനെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ക്യാൻസർ ആണെന്ന് കൺഫേം ചെയ്യാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 40% ആണ്. ഇനി ഡോക്ടറുടെ മുന്നിലുള്ള പ്രോബ്ലം എന്ന് പറയുന്നത് ദ ഡോക്ടർ ഹാസ് ടു ഡിസൈഡ് വെദർ എ സീരിയസ് ഓപ്പറേഷൻ ഷുഡ് ബി പെർഫോംഡ് ഓർ നോട്ട്. അതായത് ഒരു ഓപ്പറേഷൻ അല്ലെങ്കിൽ അത് സീരിയസ് ഓപ്പറേഷൻ പെർഫോം ചെയ്യണോ വേണ്ടേ എന്നുള്ളതാണ് ഡോക്ടർ തീരുമാനിക്കേണ്ടത്. ഇനി ദർ ആർ സർട്ടൻ കേസസ്. ഇഫ് ദി പേഷ്യൻ്റ് ഈസ് സഫറിങ് ഫ്രം ക്യാൻസർ ആൻഡ് ദ സീരിയസ് ഓപ്പറേഷൻ ഈസ് പെർഫോംഡ്, ദ ചാൻസ് ദാറ്റ് ഹി വിൽ റിക്കവർ ഈസ് 70%. അതായത് അദ്ദേഹത്തിന് ക്യാൻസർ ആണ് ആൻഡ് ആ ഒരു ഓപ്പറേഷൻ അല്ലെങ്കിൽ ആ ഒരു ഓപ്പറേഷൻ അദ്ദേഹം വിധേയമാവുകയാണെങ്കിൽ അദ്ദേഹം റിക്കവർ ചെയ്യാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 70% ആണ്. അതായത് 70. അതർവൈസ് ഇറ്റ് ഈസ് 35%. എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഓപ്പറേഷന് വിധേയമാവുന്നില്ല. അങ്ങനെയാണെങ്കിൽ റിക്കവർ ചെയ്യാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 35% ആണ്. ഓൺ ദി അതർ ഹാൻഡ്, if the patient is not suffering from cancer and the serious operation is performed, the chance that he will recover is 20%. അതായത് അദ്ദേഹത്തിന് ക്യാൻസർ ഇല്ല, ചിലപ്പം വേറെ എന്തെങ്കിലും അസുഖമായിരിക്കാം. ആൻഡ് ഇറ്റ് ഡിമാൻഡ്സ് എ സീരിയസ് ഓപ്പറേഷൻ ടു ബി പെർഫോംഡ്. സോ അങ്ങനെയൊരു കേസിൽ അദ്ദേഹത്തിനെ ഓപ്പറേഷന് വിധേയമാക്കുകയാണെങ്കിൽ റിക്കവർ ചെയ്യാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 20 ആണ്. ഇനി അദ്ദേഹം ഓപ്പറേഷന് പോകുന്നില്ല, അങ്ങനെയാണെങ്കിൽ റിക്കവർ ചെയ്യാനുള്ള ചാൻസ് എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. ആൻഡ് അസ്യൂം ദാറ്റ് റിക്കവറി ആൻഡ് ഡെത്ത് ആർ ദി ഓൺലി പോസിബിൾ റിസൾട്ട്സ്. ഇവിടെ 2 റിസൾട്ടാണ് ആകെ ഉള്ളൂ, ഒന്നെങ്കിൽ റിക്കവറിയും അല്ലെങ്കിൽ മരിക്കും. Construct an appropriate decision tree. What decision should the doctor take? ഒരു ഡിസിഷൻ ട്രീ കൺസ്ട്രക്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ആ ഡോക്ടർ എന്ത് ഡിസിഷനായിരിക്കും എടുക്കുക റിഗാർഡിംഗ് ഓപ്പറേഷൻ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. There is 40% chance that a patient admitted to the hospital is suffering from cancer. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള പേഷ്യൻറ്റിന് ക്യാൻസർ കൺഫേം ചെയ്യാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 40% ആണ്. റൈറ്റ്. സോ ദ ചാൻസ് ഓഫ് സഫറിങ് ഫ്രം ക്യാൻസർ ഇസ് 40%. സോ അങ്ങനെയാണെങ്കിൽ ചാൻസ് ഓഫ് നോട്ട് സഫറിങ് ഫ്രം ക്യാൻസർ എത്രയായിരിക്കും? ഇത് 40% ആണെങ്കിൽ ചാൻസ് ഓഫ് നോട്ട് സഫറിങ് ഫ്രം ക്യാൻസർ വിൽ ബി 60%, റൈറ്റ്? സോ അയാൾക്ക് ക്യാൻസർ അല്ല എന്ന് സ്ഥിരീകരിക്കാനുള്ള സാധ്യത 60% ആയിരിക്കും, റൈറ്റ്? പിന്നെ പറഞ്ഞിട്ടുള്ളത് ഡോക്ടർ ഹാസ് ടു ഡിസൈഡ് വെദർ എ സീരിയസ് ഓപ്പറേഷൻ ഷുഡ് ബി പെർഫോംഡ് ഓർ നോട്ട്. And if the patient is suffering from cancer and the serious operation is performed,
the chance that he will recover is 70%. അതായത് ഇപ്പം അദ്ദേഹത്തിന് ക്യാൻസർ ആണെന്ന് കൺഫേം ചെയ്യാണ്, ഓപ്പറേഷന് പോവുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം റിക്കവർ ചെയ്യാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 70% ആണ്. സോ പേഷ്യൻസ് ഇൻ സഫറിങ് ഫ്രം ക്യാൻസർ the chance that patient will recover after the serious operation. 70% തന്നിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിനെ ഓപ്പറേഷന് വിധേയമാക്കുകയാണെങ്കിൽ റിക്കവർ ചെയ്യാതിരിക്കാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 30% അല്ലേ. ദ പേഷ്യൻറ്റ് വിൽ നോട്ട് റിക്കവർ ആഫ്റ്റർ ദി ഓപ്പറേഷൻ 30%, right? സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീസ് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അതായത് probability that the patient will recover after serious operation എന്ന് പറയുന്നത് 0.40 ഇൻറ്റു 70/100. ദാറ്റ് ഈസ് അദ്ദേഹത്തിന് ക്യാൻസർ കൺഫേം ചെയ്യാനുള്ള പ്രോബബിലിറ്റി ഇൻറ്റു റിക്കവർ ചെയ്യാനുള്ള ചാൻസ്, ദാറ്റ് ഈസ് 70/100. സോ ടോട്ടൽ നമുക്ക് 0.28 കിട്ടും. ഓക്കെ. സോ അങ്ങനെയാണെങ്കിൽ probability that the patient will not recover after the serious operation, അതായത് അദ്ദേഹം ഓപ്പറേഷന് വിധേയമാവുകയാണെങ്കിൽ റിക്കവർ ചെയ്യാതിരിക്കാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് 0.40 ഇൻറ്റു 30/100, റൈറ്റ്. സോ 0.12. അതായത് അദ്ദേഹത്തിന് ക്യാൻസർ കൺഫേം ചെയ്യാനുള്ള പ്രോബിലിറ്റി ഇൻറ്റു അദ്ദേഹം ഓപ്പറേഷന് പോയിട്ടുണ്ടെങ്കിൽ റിക്കവർ ചെയ്യാതിരിക്കാനുള്ള പ്രോബിലിറ്റി, ദാറ്റ് ഈസ് ടോട്ടൽ പ്രോബിലിറ്റി എന്ന് പറയുന്നത് 0.12 ആയിരിക്കും. നേരത്തെ നമ്മൾ അദ്ദേഹം ക്യാൻസർ പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഓപ്പറേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റിക്കവർ ചെയ്യാനും റിക്കവർ ചെയ്യാതിരിക്കാനുള്ള ചാൻസുമാണ് നോക്കിയത്. ഇനി അദ്ദേഹം ക്യാൻസർ പേഷ്യൻ്റ് ആണ്, പക്ഷേ ഓപ്പറേഷന് വിധേയമാവുന്നില്ല, അങ്ങനെയാണെങ്കിൽ റിക്കവർ ചെയ്യാനുള്ള ചാൻസും റിക്കവർ ചെയ്യാതിരിക്കാനുള്ള ചാൻസും എന്താണെന്ന് നോക്കാം. ദ പ്രോബബിലിറ്റി ദാറ്റ് ദ പേഷ്യൻറ്റ് വിൽ റിക്കവർ വിത്തൗട്ട് സീരിയസ് operation. The probability that the patient will recover without serious operation, അതായത് ഓപ്പറേഷന് വിധേയമാകാതെ
റിക്കവർ ചെയ്യാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 35% ആണ് തന്നിട്ടുണ്ട്. സോ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0.40 ഇൻറ്റു ക്യാൻസർ ആവാനുള്ള സാധ്യത ഇൻറ്റു 35/100. അദ്ദേഹം ഓപ്പറേഷന് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ റിക്കവർ ചെയ്യാനുള്ള ചാൻസ് ദാറ്റ് ഈസ് 0.14. സോ നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് ദ പ്രോബബിലിറ്റി ദാറ്റ് the patient will not recover without serious operation. അതായത് അദ്ദേഹം ഓപ്പറേഷന് വിധേയമാവുന്നില്ല, അങ്ങനെയാണെങ്കിൽ റിക്കവർ ചെയ്യാതിരിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് എത്രയാണ്? അഗൈൻ 0.40 ഇൻറ്റു 65/100. റിക്കവർ ചെയ്യാനുള്ള ചാൻസ് 35 ആണെങ്കിൽ റിക്കവർ ചെയ്യാതിരിക്കാനുള്ള ചാൻസ് 65 ആയിരിക്കും. സോ 0.26 അതാണ് പ്രോബബിലിറ്റി. സോ ഇനി നമ്മൾ അദ്ദേഹത്തിന് ക്യാൻസർ അല്ല വേറെ എന്തോ ഒരു അസുഖമാണെന്ന് വിചാരിക്കാം. 2 സാധ്യതകളാണുള്ളത്. ഒന്ന് ക്യാൻസർ ആണെന്ന് കൺഫേം ചെയ്യാം, അതല്ലെങ്കിൽ ക്യാൻസർ അല്ലാത്ത വേറെ ഏതെങ്കിലും അസുഖമായിരിക്കാം. സോ അങ്ങനെ വരുമ്പോൾ എന്തെല്ലാം സാധ്യതകളാണ് അത് നോക്കാം. The patient is not suffering from cancer. Probability that patient will recover with serious operation. അതായത് അദ്ദേഹത്തിന് വേറെ ഏതൊരു അസുഖമാണ്, ഓപ്പറേഷന് വിധേയമാകേണ്ട ഒരു സാഹചര്യമാണ്, അദ്ദേഹം ഓപ്പറേഷന് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ റിക്കവർ ചെയ്യാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഇവിടെ 20% ആണ് തന്നിട്ടുണ്ട്. സോ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0.60 ഇൻറ്റു 20/100. അതായത് അദ്ദേഹത്തിന് ക്യാൻസർ അല്ല എന്ന് സ്ഥിരീകരിക്കാനുള്ള ചാൻസ് ഇൻറ്റു അദ്ദേഹം ഓപ്പറേഷന് പോയിട്ടുണ്ടെങ്കിൽ റിക്കവർ ചെയ്യാനുള്ള ചാൻസ് ദാറ്റ് ഈസ് 0.60 ഇൻറ്റു 20/100 0.12. അങ്ങനെയാണെങ്കിൽ റിക്കവർ ചെയ്യാതിരിക്കാനുള്ള സാധ്യത, ഓപ്പറേഷന് വിധേയമായിട്ട് റിക്കവർ ചെയ്യാതിരിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് 0.60 ഇൻറ്റു 80/100 ദാറ്റ് ഈസ് 0.48 ആയിരിക്കും. അതായത് ക്യാൻസർ അല്ലാതിരിക്കാനുള്ള സാധ്യത ഇൻറ്റു അദ്ദേഹം ഓപ്പറേഷന് പോയിട്ട് വേറെ ഏതൊരു അസുഖമാണ്, ഓപ്പറേഷന് വിധേയമാവുന്നു എന്നിട്ട് റിക്കവർ ചെയ്യാതിരിക്കാനുള്ള സാധ്യത ദാറ്റ് ഈസ് 0.48. ഇനി നമ്മൾ വേറൊരു കേസിലേക്ക് പോവാം. ദി probability that the patient will recover without operation അത് തന്നിട്ടുണ്ട് 100%. അതായത് അദ്ദേഹത്തിന് ക്യാൻസർ അല്ല, വേറെ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ല, അങ്ങനെയാണെങ്കിൽ അദ്ദേഹം റിക്കവർ ചെയ്യാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 100% അത് തന്നിട്ടുണ്ട്. സോ അത് കാണുന്നത് ക്യാൻസർ ആവാതിരിക്കാനുള്ള പ്രോബിലിറ്റി ഇൻറ്റു അത് തന്നിട്ടുള്ള 100%, ദാറ്റ് ഈസ് 100/100. സോ 0.60. സോ നെക്സ്റ്റ് എന്ന് പറയുന്നപ്പോൾ ദ പ്രോബബിലിറ്റി ദാറ്റ് ദ പേഷ്യൻറ്റ് വിൽ നോട്ട് റിക്കവർ, അദ്ദേഹം റിക്കവർ ചെയ്യാതിരിക്കാനുള്ള സാധ്യത വിത്തൗട്ട് ഓപ്പറേഷൻ. സോ റിക്കവർ ചെയ്യാനുള്ള ചാൻസ് 100% ആണെങ്കിൽ റിക്കവർ ചെയ്യാതിരിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഒബ്വിയസ്ലി 0 ആയിരിക്കും. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ സാധ്യതകളും അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീസും. റൈറ്റ്, നമ്മൾ തന്നിട്ടുള്ള പ്രോബ്ലത്തിലെ എല്ലാ കേസസും അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീസും കണ്ടു.
ഇനി അതിനെ എങ്ങനെയാണ് ഒരു ഡയഗ്രാമാറ്റിക് ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യുക? ഇതിനെ നമ്മൾ ഡിസിഷൻ ട്രീ എന്നാണ് പറയുക. സോ ഈ ചതുരത്തിൽ വരച്ചിരിക്കുന്ന സ്ക്വയറിൽ വരച്ചിരിക്കുന്നതാണ് ഡിസിഷൻ നോഡ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് 2 മെയിൻ ഡിസിഷൻസ് ആണ് ആദ്യമായിട്ട് എടുക്കേണ്ടത്. അദ്ദേഹത്തിന് ആ പർട്ടിക്കുലർ പേഷ്യൻറ്റിന് ക്യാൻസർ ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. സോ നമ്മൾ ആദ്യത്തെ ഡിസിഷൻ നോഡിൽ നിന്നും 2 ബ്രാഞ്ചസ് വരച്ചിരിക്കുകയാണ്. ആൻഡ് കറസ്പോണ്ടിങ് ചാൻസസ് പ്രോബബിലിറ്റീസ് നമ്മൾ അടയാളപ്പെടുത്തി. ക്യാൻസർ ആവാനുള്ള സാധ്യത എന്ന് പറയുന്നത് 40%, ദാറ്റ് ഈസ് 0.4. ക്യാൻസർ ആവാതിരിക്കാൻ 0.6. ഇനി ഈ ഓരോ ബ്രാഞ്ചസിൽ നിന്നും നമുക്ക് ഡിഫറെൻറ്റ് ബ്രാഞ്ചസിലേക്ക് പോവാം. ഇനി ക്യാൻസർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്തൊരു ചാൻസിനോട് വരച്ചു, അവിടുന്ന് 2 ബ്രാഞ്ചസ്. ക്യാൻസർ ആണെങ്കിൽ നമുക്കറിയാം 2 ഡിസിഷൻസ് ആണ് എടുക്കേണ്ടത്. സോ അഗൈൻ ഒരു ഡിസിഷൻ നോഡ് വരുന്നു. ഓപ്പറേഷൻ വേണോ ഓപ്പറേഷൻ വേണ്ടേ എന്നുള്ളത്. സോ ഓപ്പറേഷൻ, നോ ഓപ്പറേഷൻ, റൈറ്റ്. ഇനി ക്യാൻസർ അല്ലെങ്കിലും അഗൈൻ ഒരു ഡിസിഷൻ നോഡ്. ഇവിടെ വെച്ചാണ് നമ്മൾ ഡിസിഷൻസ് എന്താണ് എടുക്കേണ്ടതെന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. സോ അഗൈൻ ഒരു ഡിസിഷൻ നോഡ്, 2 ബ്രാഞ്ചസ്. ഓപ്പറേഷൻ വേണോ വേണ്ടേ എന്നുള്ളത്. ഓപ്പറേഷൻ, നോ ഓപ്പറേഷൻ. ഇനി ക്യാൻസർ ആണ്, ഓപ്പറേഷന് അദ്ദേഹം വിധേയമാകുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് 2 ചാൻസസ് വരും. അപ്പോഴാണ് നമ്മൾ ചാൻസ് നോഡ് വരയ്ക്കുന്നത്. ചാൻസ് നോഡ് റെപ്രസെൻ്റ് ചെയ്യുന്നത് സർക്കിളാണ്. ഇവിടെ 2 ചാൻസസ് ആണുള്ളത്. അദ്ദേഹം ഓപ്പറേഷന് വിധേയമാണെങ്കിൽ റിക്കവർ ചെയ്യാം, ഡൈ ചെയ്യാം. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 2 ചാൻസസ് ആണുള്ളത്. ഒന്ന് റിക്കവർ, ഡൈ. ഈ 2 ചാൻസസ് മാത്രമേ ഉള്ളൂ. സോ നമ്മൾ ചാൻസ് നോഡ് വരച്ചു, അതാണ് സർക്കിൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി ക്യാൻസറസ് ആണ്, ഓപ്പറേഷന് വിധേയമാകുന്നു, റിക്കവർ ചെയ്യാം, ഡൈ ചെയ്യാം. റിക്കവറിയുടെ ചാൻസ് തന്നിട്ടുള്ളത് 70%, അതാണ് നമ്മൾ 0.7 കാണിച്ചിരിക്കുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ ഡൈ ചെയ്യാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 0.3 ആയിരിക്കും. ഇനി അറ്റ് ലാസ്റ്റ് ഓരോ കേസസിൻ്റെയും കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീസ് നമ്മൾ ഓരോ റെക്റ്റാങ്കിളിൽ റെപ്രസെൻ്റ് ചെയ്യുന്നു. സോ ഇവിടെ നോക്കൂ, ക്യാൻസർ ആണ്, ഓപ്പറേഷൻ വിധേയമാകുന്നു, റിക്കവർ ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ റിക്കവർ ആവാനുള്ള പ്രോബബിലിറ്റി, ആ ഒരു പർട്ടിക്കുലർ കേസിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0.4 × 0.7, ദാറ്റ് ഇസ് 0.28. ഇനി അദ്ദേഹം ഓപ്പറേഷൻ വിധേയമാവുകയാണെങ്കിൽ മരിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് 0.4 × 0.3, ദാറ്റ് ഇസ് 0.12. ഇനി നെക്സ്റ്റ് ക്യാൻസർ എന്ന് പറയുന്ന പർട്ടിക്കുലർ ബ്രാഞ്ചിൽ നിന്നുമുള്ള ഡിസിഷൻ നോഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് ഓപ്പറേഷൻ, രണ്ടാമത് നോ ഓപ്പറേഷൻ. ഇനി ഓപ്പറേഷനിൽ വീണ്ടും, നോ ഓപ്പറേഷനിൽ വീണ്ടും ചാൻസ് നോഡ് വരുന്നു, റിക്കവർ ചെയ്യാം, ഡൈ ചെയ്യാം. ക്വസ്റ്റ്യനിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് റിക്കവർ ചെയ്യാനുള്ള ചാൻസ് 35% ആണ്. സോ അവിടെ നമ്മൾ 0.35 കൊടുത്തു. ഇനി ഡൈ ചെയ്യാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 65 ആയിരിക്കും. സോ ദാറ്റ് ഇസ് 0.65. ഇനി അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീസ് എന്തായിരിക്കും? നമ്മൾ ചെയ്തതാണ് 0.4 × 0.35, ദാറ്റ് ഇസ് 0.14. ഇനി ഡൈ ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0.4 × 0.65, ദാറ്റ് 0.26. സോ ക്യാൻസറസ് ആണെങ്കിലുള്ള മുഴുവൻ ചാൻസസിൻ്റെയും മുഴുവൻ കേസിൻ്റെയും കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീസ് നമ്മൾ അടയാളപ്പെടുത്തി. ഇനി നമ്മൾ ക്യാൻസർ അല്ല എന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു അസുഖമുണ്ട്, ഓപ്പറേഷനുള്ള സാധ്യത നിലനിൽക്കുന്നു, അഗൈൻ ഒരു ചാൻസിനോട് നമ്മൾ വരച്ചിട്ടുണ്ട്. 2 കേസസ് വരും, റിക്കവർ ചെയ്യാം, ഡൈ ചെയ്യാം. 2 ചാൻസസ്, അതിൻ്റെ കറസ്പോണ്ടിങ് പെർസെൻറ്റേജസ് തന്നിട്ടുണ്ട് 0.2, 0.8. ഇനി അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീസ് അടയാളപ്പെടുത്തുന്നു. ഓപ്പറേഷന് പോയി കഴിഞ്ഞാൽ റിക്കവർ ആവാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 0.6 × 0.2, ദാറ്റ് ഇസ് 0.12. ഇനി മരിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് 0.6 × 0.8, ദാറ്റ് ഇസ് 0.48. ഇനി അഗൈൻ ഓപ്പറേഷന് വിധേയമാകാത്ത കേസ്, അദ്ദേഹത്തിന് ക്യാൻസറൊന്നുമില്ല, വേറെ ഓപ്പറേഷന് പ്രത്യേകിച്ച് സാധ്യതകളൊന്നും നിലനിൽക്കുന്നുമില്ല, പോകേണ്ട കാര്യമില്ല. സോ അങ്ങനെയാണെങ്കിൽ
അഗൈൻ റിക്കവർ ചെയ്യാം, ഡൈ ചെയ്യാം. 2 കേസസ്, ഈ 2 കേസസ് മാത്രമേ ഉള്ളൂ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. സോ അതിനു മുമ്പും നമ്മളൊരു ചാൻസിനോട് സർക്കിളിൽ വരച്ചിട്ടുണ്ട്. 2 ചാൻസസ് ആണല്ലോ, റിക്കവർ ചെയ്യാം, ഡൈ ചെയ്യാം. അതിൻ്റെ ചാൻസസ് പറഞ്ഞിട്ടുണ്ട്. റിക്കവർ ചെയ്യാൻ 100% ചാൻസാണ്. സോ 1 അവിടെ കാണിച്ചിരിക്കുന്നു. സോ അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബിലിറ്റി എന്ന് പറയുന്നത് 0.60 തന്നെയായിരിക്കും. 0.6 × 1 ദാറ്റ് ഈസ് 0.60. ഇനി അങ്ങനെയാണെങ്കിൽ ഡൈ ചെയ്യാനുള്ള സാധ്യത എന്ന് പറയുന്നത് 0.6 × 0 ദാറ്റ് ഈസ് 0. ഓക്കെ, സോ ഇതാണ് ഡിസിഷൻ ട്രീ എന്ന് പറയുന്നത്. സോ നമ്മൾ തന്നിട്ടുള്ള ആ പ്രോബ്ലത്തിലെ എല്ലാ കേസസിൻ്റെയും കറസ്പോണ്ടിങ് പ്രോബിലിറ്റീസ് കണ്ടെത്തുകയും അത് റെപ്രസെൻ്റ് ചെയ്യുകയും ചെയ്തു. സോ ഇനിയാണ് നമ്മൾ അൾട്ടിമേറ്റ് ഡിസിഷൻ എടുക്കേണ്ടത്. അതായത് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് നമ്മൾ ഡോക്ടർ ഓപ്പറേഷനെ സംബന്ധിച്ച് എന്ത് ഡിസിഷനാണ് എടുക്കേണ്ടത്, അതായത് ഓപ്പറേഷൻ വേണോ വേണ്ടേ എന്നുള്ളത്. സോ ഇവിടെ ഏറ്റവും കൂടുതൽ പ്രോബബിലിറ്റി ഇൻ ടേംസ് ഓഫ് റിക്കവറി ഏതിനാണ്, ഓപ്പറേഷന് പോയാലാണോ അതോ ഓപ്പറേഷൻ പോകാതിരിക്കുന്നതാണോ ഏറ്റവും നല്ലത് എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ ഡിസിഷൻ എടുക്കേണ്ടത്. സോ അതിനുവേണ്ടി നമ്മൾ P1 എടുക്കുകയാണ്, പ്രോബിലിറ്റി ദാറ്റ് ദ പേഷ്യൻറ്റ് വിൽ റിക്കവർ ആഫ്റ്റർ ദി ഓപ്പറേഷൻ, ആൻഡ് P2 is the probability that the patient will recover without any operation. സോ നമുക്ക് ഡയഗ്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, മെയിനായിട്ട് ആദ്യം നോക്കിക്കഴിഞ്ഞാൽ ക്യാൻസറസ് ആണെന്നുണ്ടെങ്കിൽ ഓപ്പറേഷന് പോകാനുള്ള റിക്കവറിയും, അതുപോലെ ക്യാൻസർ ഇല്ലാത്തൊരവസ്ഥയിൽ വേറെ എന്തെങ്കിലും അസുഖമാണെങ്കിൽ ഓപ്പറേഷന് പോയാലുള്ള റിക്കവറിയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 0.28 + 0.12 ദാറ്റ് ഈസ് 0.40 ആണ് കിട്ടുന്നത്. സോ അതാണ് നമുക്ക് P1 ആയിട്ട് ഇവിടെ കിട്ടുന്നത്. ദാറ്റ് ഈസ് പ്രോബിലിറ്റി ദാറ്റ് ദ പേഷ്യൻറ്റ് വിൽ റിക്കവർ ആഫ്റ്റർ ദി ഓപ്പറേഷൻ. ഇനി നമുക്ക് രണ്ടാമത്തെ പ്രോബിലിറ്റി നോക്കാം, അതായത് പേഷ്യൻറ്റ് വിൽ റിക്കവർ വിത്തൗട്ട് എനി ഓപ്പറേഷൻ. അതായത് ക്യാൻസറസ് ആണെങ്കിൽ അദ്ദേഹം ഓപ്പറേഷന് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ റിക്കവർ ചെയ്യാനുള്ള ചാൻസ് 0.14 ആണ്. ഇനി ക്യാൻസർ ഇല്ല എന്നുണ്ടെങ്കിൽ ഓപ്പറേഷന് പോയിട്ടില്ലെങ്കിൽ റിക്കവർ ചെയ്യാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 0.60 ആണ്. സോ ടോട്ടൽ 0.74 ആണ്. സോ ഇതിൽ നമുക്ക് കണ്ടാലറിയാം P2 ഗ്രേറ്റർ ദാൻ P1 ആണ്. സോ ഓപ്പറേഷന് അല്ലെങ്കിൽ ഓപ്പറേഷൻ സജസ്റ്റ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്.